വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെക്കുന്നത് നമ്മൾ കണ്ടു. ഒരു കടുത്ത അച്ചടക്ക ലംഘനം ഉണ്ടായി എന്ന് തന്നെയാണ് ഇതിൽ പാർട്ടിയുടെ വിലയിരുത്തൽ. ഏതായാലും പാലോട് രവിയുമായി സംസാരിച്ചത് മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തത് മുൻ കോൺഗ്രസ് പ്രവർത്തകൻ രതീഷ് ആണെന്ന് നടപടി നേരിട്ട A. ജലീൽ റിപ്പോർട്ടറോട് പറഞ്ഞു. തങ്ങളുടെ സംസാരത്തിൽ തെറ്റില്ല, ഫോൺ സംഭാഷണം അയച്ചു കൊടുത്തതാണ് തെറ്റ്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കും. വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ട ആളായിരുന്നു പാലോട് രവിയെന്നും ജലീൽ പറയുന്നു. പല കാര്യങ്ങളും സംഘടനയിൽ അദ്ദേഹവുമായി വർഷങ്ങളോളമായി പരിചയമുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ സംസാരിച്ചു. ഞാൻ സംസാരിച്ചത് ഒരു തെറ്റായിട്ടില്ല, പക്ഷേ ഈ ഒരാളിനെ ഇട്ടുകൊടുത്തത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. പല കാര്യങ്ങളും സംസാരിക്കും, പക്ഷെ അത് അയക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ നല്ലൊരു സ്ഥാനത്തെത്തേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ഥാനനഷ്ടം സംഭവിച്ചതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, പാലോട് രവി ആരോടാണ് സംസാരിച്ചത് എന്നൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതിപ്പോൾ ജലീൽ തന്നെ വ്യക്തമാക്കുന്നു. ഈ ഫോൺ സംഭാഷണം ശരിയാണ്, തന്നോട് സംസാരിച്ചതാണ്, ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഏതായാലും അച്ചടക്ക നടപടിക്ക് അല്ലെങ്കിൽ രാജിക്ക് കാരണമായ വസ്തുതകളെല്ലാം പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വ്യക്തമാകുന്നു. പക്ഷേ ഇതാരാണ് ചോർത്തി കൊടുത്തത് എന്നുള്ളതാണോ ഇപ്പോൾ ജലീലിന്റെ പ്രശ്നം? അല്ലാതെ പാർട്ടി തോൽക്കുമെന്നും അത് എടുക്കാച്ചരക്കായി പോകുമെന്ന് പറഞ്ഞതൊന്നും വിഷയമല്ലേ? ഇതിൽ വിനീത, ജലീൽ പറയുന്നത് ഇത് സ്വാഭാവിക സംഭാഷണം മാത്രമാണെന്നാണ്. അതായത് സാധാരണഗതിയിൽ പാർട്ടി പ്രവർത്തകർക്ക് ഊർജം കൊടുക്കേണ്ട നിലയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആകെ തകിടം മറിയും എന്ന രീതിയിലുള്ളൊരു സംഭാഷണമാണ് ഉണ്ടായത്. ആ സംസാരിച്ചതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ജലീലിന് തെറ്റ് സംഭവിച്ചത് ജലീലിൻ്റെ സുഹൃത്തായ ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകനായ രതീഷിന് അത് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. പാലോട് രവിയെ ഒരു പരിപാടിയിൽ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജലീൽ സംസാരിക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒന്ന് ആ വോയിസ് ഇട്ട് തരുമോ എന്ന് ജലീലിനോട് രതീഷ് ചോദിച്ചതായി ജലീൽ പറയുന്നു. അങ്ങനെയാണ് ആ വോയിസ് ഇട്ടുകൊടുത്തത്. വോയിസ് ഇത് ഏപ്രിൽ മാസം നടന്ന സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ സംസാരിച്ചതിൽ തെറ്റില്ല, പക്ഷേ അയച്ചത് തെറ്റായിപ്പോയി. പാലോട് രവി വലിയ സ്ഥലങ്ങളിലൊക്കെ എത്തേണ്ട ആളാണ്. അത് തന്നെക്കൊണ്ട് ഇല്ലാതായതിൽ വലിയ സങ്കടമുണ്ട്. ഇനിയിപ്പോൾ പാലോട് രവിയോട് സംസാരിക്കണമെന്നുണ്ട്. ഈ ശബ്ദം ഇത് വിവാദമായതിനു ശേഷം സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്ന കാര്യവും അറിയില്ല. എന്തായാലും ഈ വിവാദത്തിലും ശബ്ദ സംഭാഷണം പുറത്തു വന്നതിലും വലിയ പ്രയാസം അനുഭവിക്കുകയാണ് ഈ ജലീൽ. ശരി, ഏതായാലും പാർട്ടിക്കകത്ത് പുകയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നേതാക്കളുടെ മനസ്സിലുള്ളതെല്ലാം ഇങ്ങനെ പ്രവർത്തകരോട് പറഞ്ഞു പോകുമ്പോൾ സംഭവിക്കുന്നതാണ് എന്നൊക്കെയാണ് ഇതിൽ പല ന്യായീകരണങ്ങളുമായി വരുന്നത്. TV പ്രസാദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.